2 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ടെക്നോപാർക്കിൽ ലോഞ്ച് ചെയ്ത ലിവാരിസ് ടെക്നോളജീസ് എന്ന IT സ്ഥാപനം പോപ്പുലർ ആയത് സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ ലോഞ്ച് ചെയ്തതിലൂടെയാണ്. ഈ കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് ഔട്ട് ഓഫ് ദി ബോക്സ്. നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണുകൾ പലയിടങ്ങളിലും വെച്ച് മറന്നു പോകാറുണ്ട്. പലപ്പോഴും ഒരു ദിവസത്തേക്കൊക്കെ മാറി നിൽക്കേണ്ടി വന്നാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട കോളുകളും മെസ്സേജസും ഒക്കെ നമുക്ക് മിസ്സാകും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലിവാരിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫോണവേ. ഫോണവേ എന്ന ഈ ആപ്ലിക്കേഷനാണ് ലിവാരിസ് ടെക്നോളജീസിനെ ഏറ്റവും പോപ്പുലർ ആക്കിയത്. നമ്മുടെ ഫോൺ എവിടെ വെച്ച് മിസ്സായാലും അതിലേക്ക് വരുന്ന കോളുകളും മെസ്സേജസും മറ്റൊരു മൊബൈൽ ഫോൺ വഴി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അഥവാ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടാലും അതിലെ ഡാറ്റ റിട്രീവ് ചെയ്യാനും ആ ഫോൺ എവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്യാനും ഡാറ്റ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പറ്റും. ഞങ്ങളുടെ ഫോണവേ എന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉരുത്തിരിഞ്ഞ് വന്നത് ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ ഫോൺ വെച്ച് മറന്നു പോവുകയും ധാരാളം പ്രധാനപ്പെട്ട ഫോൺ കോൾസ് ആ ദിവസം മുഴുവൻ അയാൾക്ക് മിസ്സാവുകയും ചെയ്തു. അങ്ങനത്തെ ഒരു അവസരത്തിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അപ്പോഴാണ് തിരിച്ചറിഞ്ഞ് ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വീട്ടിൽ ഫോൺ വെച്ച് മറന്നു പോവുകയാണെങ്കിലും എപ്പോഴും നമുക്ക് ഫോൺ കോൾസ് വരുന്ന മിസ് കോൾസിനെ അറിയാൻ എവിടെ നിന്ന് വേണമെങ്കിലും അറിയാൻ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്താണ് ഫോണവേ. എന്നിട്ട് പിന്നീട് ഇതിന് സിമിലറായിട്ടുള്ള വേറെ ആപ്ലിക്കേഷൻസ് ആപ്പ് സ്റ്റോറിലും മറ്റുള്ളതെല്ലാം ഞങ്ങൾ പഠിക്കുകയും അതിൽ കൂടുതൽ അതിൽ ഉൾപ്പെടുന്ന മറ്റ് ഫീച്ചേഴ്സ് അതിൽ നിന്ന് ഞങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്ത് അതിനെ വികസിപ്പിച്ചാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോണവേ എത്തിച്ചേർന്നത്. ഇതാണ് ഫോണവയുടെ ഇന്നത്തെ ഇൻ്റർഫേസ്. ഇപ്പോൾ ഇതിൽ മിസ് കോൾ അലേർട്ട്, മെസ്സേജ് ഡൈവേർട്ട്, കോൺടാക്ട് ഫെച്ച്, ലൊക്കേറ്റ് ഫോൺ, റിംഗ് സെറ്റിങ്സ്, റിമോട്ട് ക്യാമറ, തെഫ്റ്റ് അലേർട്ട്സ് ഇങ്ങനെ പല തരത്തിലുള്ള ഫീച്ചേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ മിസ് കോൾ അലേർട്ട് എന്ന ഫീച്ചർ ഓണാക്കി കഴിഞ്ഞാൽ ഇത് മിസ് കോൾസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കോ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കോ ഫോൺ നമ്പറിലേക്കോ SMS ആയിട്ടോ ഇതിൻ്റെ അലേർട്ട്സ് നമുക്ക് റിസീവ് ചെയ്തുകൊണ്ടിരിക്കും. അഥവാ നമ്മൾ മിസ് കോൾ അലേർട്ട് ഓണാക്കാൻ മറന്നുപോയാൽ തന്നെയും ദൂരെ നിന്ന് തന്നെ നമുക്ക് മിസ് കോൾ അലേർട്ട്സ് ഓണാക്കാനും ഒരു SMS കമാൻഡ് വഴി അതിനെ ഓണാക്കാനും ഇതിൽ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ മെസ്സേജ് ഡൈവേർട്ട് എന്ന് പറയുന്ന ഫീച്ചർ വഴി മെസ്സേജസും നമുക്ക് ഇമെയിലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ റിമോട്ട് ക്യാമറ എന്ന ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു SMS കമാൻഡ് അയച്ചുകൊണ്ട് ഫ്രണ്ട് ക്യാമറയോ റിയർ ക്യാമറയോ ഉപയോഗപ്പെടുത്തി ഒരു ഫോട്ടോ എടുക്കാൻ കഴിയും. അതുപോലെ ഇതിനകത്ത് ലൊക്കേറ്റ് ഫോൺ എന്ന ഫീച്ചറുണ്ട്. നമുക്ക് കറണ്ട് ലൊക്കേഷൻ ഫോണിൻ്റെ എവിടെയാണെന്ന് എവിടെ നിന്ന് വേണമെങ്കിലും SMS-ലേക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ തെഫ്റ്റ് ഫീച്ചേഴ്സ് ഞങ്ങളുടെ ഈയിടെ ഉൾപ്പെടുത്തിയ പുതിയ ഫീച്ചറാണ്. ഇതുപയോഗിച്ച് നമുക്ക് ഫോണിനെ റിമോട്ടായിട്ട് ലോക്ക് ചെയ്യാനും ഫോണിലെ വിവരങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് മായ്ച്ചു കളയാനും കഴിയും. ഇതുവഴി അഥവാ ഫോൺ മോഷണം പോയാലും നമ്മളുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽപ്പെടാതെ നമുക്ക് സംരക്ഷിക്കാം. ഇവിടെ ഓപ്പൺ സോഴ്സ് സാങ്കേതികതയും സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളും ധാരാളമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ ഉയർന്ന നിലവാരമുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ പിന്തുടരുന്നത്. ഇവിടെ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് പോലും ഞങ്ങൾ അഭിരുചിയോടൊപ്പം അവരുടെ സാങ്കേതിക തികവിനോടൊപ്പം തന്നെ അവരുടെ സാങ്കേതികതയുള്ള അഭിനിവേശവും ഞങ്ങൾ അളക്കാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളെപ്പോലെ തന്നെ സാങ്കേതിക വിദ്യകളോട് അഭിനിവേശം വെച്ച് പുലർത്തുന്ന മറ്റ് വ്യക്തികളുമായും പ്രസ്ഥാനങ്ങളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ ടെക്നിക്കലി കോംപ്ലക്സ് ആയിട്ടുള്ള പല പ്രോജക്റ്റുകളും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുന്നത്. ഇവിടെ ലിവാരിസിൻ്റെ ഇന്നൊവേഷൻ ലാബ്സിൽ ഞങ്ങൾ ഇന്നൊവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പുതിയതായി ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ആൾറെഡി എക്സിസ്റ്റിങ്ങും എസ്റ്റാബ്ലിഷ്ഡുമായി അല്ലെങ്കിൽ എമർജിങ് ആയിട്ടുള്ള ടെക്നോളജീസിനെ കോർത്തിണക്കിക്കൊണ്ട് അവയിൽ നിന്ന് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാമെന്ന് കണ്ടെത്താനാണ് ഞങ്ങളവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ രീതിയിൽ ലിവാരിസ് ലാബ്സിൽ നിന്ന് ഉയർന്നു വന്ന ചില പ്രൊഡക്റ്റുകളാണ് ഫോണവേ, ഞങ്ങളുടെ ഗവേണൻസ് ആപ്ലിക്കേഷൻ,
കിഡി ഡൂഡിൽസ് എന്ന കുട്ടികൾക്ക് അക്ഷരം പഠിക്കാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ, ഇതെല്ലാം. ലിവാസ് ടെക്നോളജീസ് എന്ന് പറയുന്നത് ടെക്നോപാർക്ക് ബേസ് ചെയ്ത ഒരു IT കമ്പനിയാണ്. ഞാനുൾപ്പെടെ 7 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഈ സംരംഭം ഇതിനോടൊപ്പം തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു IT സ്റ്റാർട്ടപ്പ് ആയി പേരെടുത്തിട്ടുണ്ട്. സർവീസസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് 3 സർവീസസാണ്. മൊബൈൽ, വെബ് ആൻഡ് ക്ലൗഡ് ബേസ്ഡ് സർവീസസ് കൂടാതെ പുതിയ ടെക്നോളജി ഇന്നോവേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലിവാരസ് ലാബ്സ് എന്ന പേരിൽ കമ്പനിയിൽ ഒരു ചെറിയ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. നാസ്കോം 10,000 സ്റ്റാർട്ടപ്സിൽ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് 30ഓളം തൊഴിലവസരങ്ങൾ IT മേഖലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് 30ഓളം തൊഴിലവസരങ്ങൾ IT മേഖലയിൽ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ലിവാരസിൻ്റെ സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 7 പേര് ചേർന്ന് ഒരു സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പ് എന്ന നിലയിലാണ് ലിവാരസ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായ സമയത്ത് ഒരു ജോലി എന്നതിലുപരി ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ലിവാരസിൻ്റെ ഒരു തോട്ട് ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പല മേഖലകളിലായി ഇതിനോടനുബന്ധിച്ചുള്ള തന്നെ പല മേഖലകളിലായി വർക്ക് ചെയ്യുകയും തിരിച്ച് ഒരു 6 മാസത്തിൽ ഞങ്ങളെല്ലാവരും തിരിച്ച് എത്തുകയും ലിവാരസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്യുകയുമാണ് ചെയ്തത്. ലിവാരസ് ടെക്നോളജീസ് എന്ന് പറയുന്നത് ഒരു അപ്കമിങ് സക്സസ്ഫുൾ ആയിട്ടുള്ള ടെക് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനി എന്നുള്ളതിലുപരി വളരെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ടെക് ഡ്രിവൺ ആയിട്ടുള്ള എന്തൂസിയസ്റ്റിക് ആയിട്ടുള്ള ഒരുപറ്റം ആൾക്കാരുടെ ഗ്രൂപ്പാണ് who believe in giving back to the community because this same community has helped us thrive so much. Giving back to the community എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾ കലാലയങ്ങളിൽ തന്നെ സ്റ്റാർട്ടപ്പ് ഒരുപാട് വരുന്ന കാലത്ത് അതുപോലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ടെക് സപ്പോർട്ടും ടെക്നോളജി ഷെയറിങ്ങും നടത്തുന്ന ഒരു കമ്പനിയാണ്. ആ രീതിയിൽ വളരെ അപ്രോച്ചബിൾ ആണ് ലിവാരസ്. അതിലുപരി ലിവാരസ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിലും ഒരുപാട് സപ്പോർട്ടും അല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ശില്പശാലകളും നടത്താറുണ്ട്. ICFOS അല്ലെങ്കിൽ ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപക്ഷെ അത്തരത്തിൽ ആദ്യമായിട്ട് ആയിരിക്കും ഒരു വർക്ക്ഷോപ്പ് സ്വതന്ത്ര ഹാർഡ്വെയർ പരിചയപ്പെടുത്തുന്ന ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ നടത്തുകയുണ്ടായി. ഇത്തരം ശില്പശാലകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും സ്റ്റുഡൻസ്, അതായത് കോളേജസിലും കുറച്ചൊക്കെ സ്കൂളുകളിലും ഉള്ള സ്റ്റുഡൻസ് ഞങ്ങൾക്ക് തരുന്ന ഫീഡ്ബാക്ക്, അത് നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. കറൻ്റ്ലി ലിവാരസ് ലാബ്സ് ചെയ്യുന്നത് ബിഗ് ഡേറ്റ ഉപയോഗിച്ച് വെരി ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ബയോമെട്രിക്സ് അനാലിസിസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രോജക്ട്സ് ആണ്. ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളും ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസും കൊണ്ട് ലിവാരസ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെപ്പോലെ തന്നെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടെത്തുകയും ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കുറച്ചുകൂടെ സ്മൂത്ത് ആവുകയും അതുവഴി വളരെ മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ സഹായമാവുകയും ചെയ്തിട്ടുണ്ട്. വളർച്ചയുടെ വഴിയിൽ നിരവധി അംഗീകാരങ്ങൾ ലിവാരസിനെ തേടിയെത്തിയിട്ടുണ്ട്. നാസ്കോം അംഗീകരിച്ച മികച്ച സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സിൽ ഒന്നായി മാറാൻ ആദ്യ വർഷം തന്നെ ഇവർക്കായി. കമ്പനിയോടൊപ്പം ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. റോബോട്ടിക്സിലാണ് ഇവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ലിവാരസ് ലാബ്സിനുള്ളിൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ന സംഘടനയുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അത് ഇൻ്റർനെറ്റിൽ കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വയർലെസ് റോബോട്ട് നിർമ്മിക്കുകയുണ്ടായി. ഇതിൻ്റെ ഒരു ഭാവി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റോബോട്ട് നമുക്ക് ഫ്യൂച്ചറിൽ മെഡിക്കൽ ആപ്ലിക്കേഷൻസ്, മിലിറ്ററി ആപ്ലിക്കേഷൻസ്, കൂടാതെ തന്നെ വിർച്വൽ ഷോപ്പിംഗ്, ടെലി പ്രസൻസ് എന്നുള്ളൊരു മേഖലയിൽ ഇതിനെ കൂടുതലായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതായത് വിദൂരത്ത് ഇരുന്നുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ റോബറിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ
കൺട്രോൾ ചെയ്യുന്നതിനും അതിനെക്കൊണ്ട് മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു റോബോട്ട് പ്ലാറ്റ്ഫോമിനെ ഫ്യൂച്ചറിലേക്ക് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഡിസൈനിൽ വരുന്ന മോഡിഫിക്കേഷൻ വഴി തന്നെ ഇതിനെ വളരെ രീതിയിലുള്ള പ്രായോഗികമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. A for apple, B for ball, C for cat. ഇക്കാലത്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ക്രൈസാണ്. അവർ വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി ഗെയിം കളിക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് ഞങ്ങൾ കിഡി ഡൂഡിൽസ് എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. കിഡി ഡൂഡിൽസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഒരു ലാംഗ്വേജിൻ്റെ ലെറ്റേഴ്സ് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. കിഡി ഡൂഡിൽസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ ബാക്കിയുള്ള ലാംഗ്വേജസ് ചെയ്യുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. വളരെയധികം അപ്രീസിയേഷനാണ് ഞങ്ങൾക്ക് പാരൻസിൻ്റെ സൈഡിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നും മാത്രമല്ല പുറത്തു നിന്നായാലും പാരൻസിൻ്റെ സൈഡിൽ നിന്നും ഫോറിനേഴ്സിൻ്റെ സൈഡിൽ നിന്നും വളരെ അധികം അപ്രീസിയേഷൻ നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ വഴി കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ അതൊരു ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആക്കാൻ ഉള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അത് പഠിക്കാനായിട്ട് വളരെ ഈസി ആയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമവും നമ്മൾ നടത്തുന്നുണ്ട്. അമ്മ, ആന. ഞങ്ങളുടെ ഇന്നോവേഷൻ സോണിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫോണവേ ആയാലും കിഡി ഡൂഡിൽസ് ആയാലും ഇത് എം ഗവേണൻസ് കേരള ആയാലും ഏതൊരു സാധാരണ വ്യക്തിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഏതൊരു വ്യക്തിക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ UI പോലും ഞങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് ഞങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എക്സിസ്റ്റിംഗ് ടെക്നോളജി വെച്ചിട്ട് സോൾവ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ വളരെ കുറഞ്ഞ ക്യാപിറ്റലിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി ഞങ്ങളുടെ ട്രിവാൻഡ്രം പാളയം ബേസ് ചെയ്തിട്ടായിരുന്നു. ഞങ്ങളൊരു ചെറിയ റെൻറ്റിനൊരു വീട് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. തുടക്കത്തിൽ ലോക്കൽ ക്ലയൻസിൻ്റെ ചെറിയ ചെറിയ വർക്കുകളുമായിട്ട് മുന്നോട്ട് പോവുകയും ഭാവിയിൽ അത്യാവശ്യം വലിയ വർക്കുകൾ ഞങ്ങളുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലുള്ളവരുടെ വലിയ വർക്കുകൾ ഞങ്ങളെ തേടിയെത്തുകയും അതിൽ നിന്നൊരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. കേരളത്തിലെ ഒരു സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പിന് നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളും തുടക്കത്തിൽ ഞങ്ങൾക്കും നേരിടേണ്ടി വരികയും അതിലൊക്കെ ഞങ്ങളുടെ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ ഫാമിലിയും ഒക്കെ എപ്പോഴും കൂടെ നിൽക്കുകയും അവരുടെയും കൂടെ ഒരു സപ്പോർട്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു കമ്പനിയായിട്ട് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന ഒന്നാണ് ലിവാരസ് എന്ന് പറയുന്നത്. മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ കാലമാണിത്. ദിവസേന എന്നോണം പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് വിപണിയിലെത്തുന്നു. 6 ലക്ഷത്തിലധികം മൊബൈൽ ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡ് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ ഇതിൽ ഭൂരിഭാഗവും സാധാരണ മനുഷ്യർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്തവയാണ്. അല്ലെങ്കിൽ പെയ്ഡാണ്, അല്ലെങ്കിൽ കൂടുതലും എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ആണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ യൂട്ടിലിറ്റി പർപ്പസ് ഉള്ള ആപ്ലിക്കേഷനുകൾ ലോഞ്ച് ചെയ്യുന്നു എന്നതാണ് ലിവാരിസ് ടെക്നോളജീസിൻ്റെ പ്രത്യേകത. We are not worried about problems. We are always looking for solutions. ആ ഒരു കോൺസെപ്റ്റിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് എം ഗവേണൻസ് മൊബൈൽ ആപ്ലിക്കേഷൻ. എം ഗവേണൻസ് സിസ്റ്റം കേരള ഗവൺമെൻറ് 2009 ലോഞ്ച് ചെയ്തൊരു സിസ്റ്റമാണ്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് നമ്മുടെ ഹാൻഡ് ഹെൽഡ് ഡിവൈസ്, അതായത് മൊബൈൽ ഫോൺസിലോ ടാബ്സിലോ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ
അറൗണ്ട് 90 ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇൻഫർമേഷൻസ് ഗവേണൻസ് കേരള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഓരോ സർവീസസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള SMS ഫോമാറ്റ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫോമാറ്റ്സ് ഓർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ പബ്ലിക്കിനും ഈ ഒരു ഗവേണൻസ് സിസ്റ്റത്തിനും ഇടയിലൊരു ഹ്യൂജ് ഗ്യാപ്പ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗവേണൻസ് കേരള എന്ന് പറഞ്ഞാൽ. അതൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്, ഒരു സിമ്പിൾ UI ആണ്. ആ മൊബൈൽ UIയിൽ നമ്മൾ ആസ് എ യൂസർ അത് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഒരു പബ്ലിക്കിന് അറിയേണ്ട ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതാണോ ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് സെലക്ട് ചെയ്യുക, സർവീസസ് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ യുണീക്കായിട്ടുള്ള SMS-ഉം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെൻഡ് ആയിക്കോളും. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ആ ഒരു ടെൻഷൻ ഒഴിവാക്കി കിട്ടും. ആ ഒരു കൺഫ്യൂഷൻ, ഓരോ SMS ഫോമാറ്റിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കി കിട്ടാനായിട്ട് നമ്മുടെ ഈ ഗവേണൻസ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗവേണൻസ് കേരളയാണ് കേരള ഗവൺമെൻറ് ആദ്യത്തെ മൊബൈൽ ആപ്ലിക്കേഷൻ. അത് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം അവരുടെ എല്ലാ സർവീസസും മൊബൈൽ ഡിവൈസിലേക്ക്, മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം കേരള IT മിഷൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമ്പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഉള്ള ഫ്യൂലായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ലിവാരസിന് ഒരു $1 മില്യൺ കമ്പനിയായിട്ട് ഉയർന്നു വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ തന്നെ സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്ന് ആയാൽ പോലും ഞങ്ങൾക്ക് കൃത്യമായ ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളോട് കൂടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്റ്റാഫ് സർക്കിളാണ് ഞങ്ങൾക്കുള്ളത്. ലിവാരസിൻ്റെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ കൂടാതെ USA, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഒരു ലാർജ് ക്ലയൻറ്റ് ബേസ് ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ 2015 കൂടി ലിവാരസ് ടെക്നോളജീസിനെ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയാക്കി മാറ്റുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് അണ്ടർ ഡെവലപ്മെൻറ്റിലാണ്. അത് 2015 പകുതിയോടെ അത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കൂടാതെ ലിവാരസ് ലാബ്സിൽ ഇന്നോവേഷൻ റിസർച്ചസ് ഒരുപാട് നടക്കുന്നുണ്ട്. പിന്നെ പബ്ലിക്കിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതും ഉടൻ തന്നെ നമ്മളിന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ലിവാരസിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ അതിന് ഫ്യൂച്ചറിൽ നമ്മളത് മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലേക്ക് പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ 3 to 4 crores റവന്യൂ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സാങ്കേതികവിദ്യ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഫുൾഫിൽ ചെയ്യപ്പെടുന്നത് സമൂഹത്തിലെ ഏതൊരു സാധാരണ വ്യക്തിക്കും അത് പ്രയോജനം നൽകുമ്പോഴാണ്. അത്തരത്തിൽ സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന സാങ്കേതികവിദ്യയുമായി മുന്നോട്ട് വരാൻ ഈ കമ്പനിക്ക് കഴിയട്ടെ എന്ന് ഔട്ട് ഓഫ് ദി ബോക്സ് ആശംസിക്കുന്നു. ഔട്ട് ഓഫ് ദി ബോക്സിൻ്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. നിർദ്ദേശങ്ങൾ അയക്കുക outofthebox@mbnews.in. അടുത്ത ആഴ്ച വീണ്ടും കാണാം.